Hello guys, welcome back to the video. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ 20,000 റുപ്പീസിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡത്തെ ബെല്ലൈക്കനും കൂടെ ഒക്കെ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. നമ്മൾ 3K അടിക്കാറായി. സോ എല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് 3K ഒക്കെ ആക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്. സാംസങ് ഗാലക്സി M35 5G. സോ നിങ്ങൾ 20K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണാണ്. പിന്നെ ഒരു അത്യാവശ്യം നോർമൽ പെർഫോമൻസ് ഒക്കെ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ സ്പെസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 120Hz സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. എക്സിനോസിൻ്റെ 1380 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ നിങ്ങൾ വലുതായിട്ട് ഗെയിമിങ്ങിനൊന്നും അല്ല നോക്കുന്നതെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ 50 മെഗാ OIS ക്യാമറയാണ് വരുന്നത്. 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. സോ അത് കൊള്ളാം. അപ്പോൾ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. യെസ്. പിന്നെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺസ് നോക്കുന്നവർക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. യെസ്, 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജ്. എന്തായാലും 25 വാട്ട്സേ കിട്ടുന്നുള്ളൂ. ഇനി പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ 6+128GB ROM വരുന്നുണ്ട്. 14,999 റുപ്പീസിനാണ്. സോ ഒരു 50K ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ 20Kയിലാണ് കിടന്നത്. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ 40Kക്കൊക്കെ വന്നത്, ഈ ഒരു 50Kയിലോട്ട് വന്നത്. സോ ബിഗ് ബില്യൺ ഡേയ്സ് കഴിഞ്ഞാൽ പഴയതുപോലെ ചിലപ്പം 20Kയിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. നമ്മുടെ M34 യൂനോച്ചിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു M35 വരുന്നത് പഞ്ച് ഹോളിലാണ്. സോ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ പഞ്ച് ഹോളിലുള്ള സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. സോ മറക്കണ്ട, M35 നോക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെതാണ്. നത്തിങ് ഫോൺ 2A. ഒരു നല്ല ക്ലീൻ UIയിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ ലൈറ്റ് എത്തും പരിപാടിയുണ്ട്. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഒക്കെ കുറവാണ്. ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല ലുക്കൊക്കെ തോന്നും. പിന്നെ സ്മാർട്ട് ഫോണും ഒരു കിടലൻ ലുക്കിലാണ് വരുന്നത്. 25,000 റുപ്പീസ് ആണെന്ന് പറയില്ല. അപ്പോൾ സ്പെസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 120Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മുടെ MediaTekൻ്റെ Dimensity 7200 Pro ആണ്. പിന്നെ 50 മെഗാ OIS ക്യാമറ, 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. പിന്നെ ബോക്സിനകത്ത് ചാർജറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8+128GB ROM വരുന്നത് 21,743 റുപ്പീസാണ്. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലെ പ്രൈസാണ്. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉറപ്പായിട്ടും പരിഗണിക്കുന്ന ഒരു നല്ല സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു നത്തിങ്ങിൻ്റെ ഫോൺ 2A. ഇപ്പോൾ ഈ ഒരു പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ പ്രൈസൊക്കെ കൂടും. അപ്പം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വാങ്ങുന്നതാണ് നല്ലത്. സോ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഐക്യൂൻ്റെതാണ്. IQ Z9S Pro. Z9S അല്ല, Z9S Pro. പിന്നെ നിങ്ങൾക്ക് പ്രൈസ് ഇത്തിരി കൂടെ കുറച്ചിട്ടാണെങ്കിൽ ഈ ഒരു Z9S നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു കിടിലൻ ഓൾറൗണ്ടറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു Z9S Proയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസും ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയിലൊക്കെയാണ് വരുന്നത്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ IQൻ്റെ 12ൻ്റെ ഒക്കെ ഒരു ലുക്കുണ്ട്. അപ്പം IQൻ്റെ 12 ഈ ഒരു 20,000 റുപ്പീസിന് വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. യെസ്, IQൻ്റെ 12 പോലെയാണ് ഇരിക്കുന്നത് കണ്ട. അപ്പോൾ നല്ലൊരു ലുക്കുള്ള സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ ഒരു കിടിലൻ പെർഫോമൻസും അടിപൊളി ക്യാമറ ക്വാളിറ്റി ഒക്കെയാണ് വരുന്നത്. അപ്പോൾ സ്പെസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 120Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. Snapdragon 7 Gen 3 പ്രോസസ്സറാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ 50 മെഗാ OIS ക്യാമറയാണ് വരുന്നത്. 5500 mAh ബാറ്ററിയാണ്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണ്. ഇനി പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ 8+128GB ROM വേരിയൻറ്റ് 24,998 റുപ്പീസാണ്. നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ഒക്കെ ഒരു ഫെസ്റ്റിവൽ സീസൺ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ X6 Pro. അപ്പോൾ ഒരു പെർഫോമൻസിൻ്റെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് വെച്ച് വരുന്ന ഒരു കിടിലം സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഒരു പോക്കോ X6 Pro. പിന്നെ ക്യാമറ അത്ര കിടിലൊന്നും പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പെസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 120Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTekൻ്റെ Dimensity 8300 Ultra എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 64 മെഗാ OIS ക്യാമറ, 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇനി പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 12+256GB ROM വരുന്നുണ്ട്. 17,499 റുപ്പീസിനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു പോക്കോ X6 Pro. അപ്പോൾ നമ്മുടെ ഈ ഒരു ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഫെസ്റ്റിവൽ സീസണിൽ ഈ ഒരു പ്രൈസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞാൽ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. ഒരു 24-25K ബഡ്ജറ്റ് റേഞ്ചിലോട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുക. അപ്പോൾ നിങ്ങളൊരു ഗെയിമിങ്ങിനൊക്കെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു 20K ബഡ്ജറ്റ് റേഞ്ചിൽ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് പെർഫോമൻസിനുള്ള സ്മാർട്ട് ഫോണാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. മോട്ടോ H50 Fusion. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അതായത് നിങ്ങൾക്ക് ഒരു നല്ല പെർഫോമൻസും അത്യാവശ്യം ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് ഒരു നല്ല ചോയ്സാണ്.
ഈ ഒരു സ്മാർട്ട് ഫോൺ വീഗൻ ലെതർ ഫിനിഷിലൊക്കെയാണ് വരുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. 144 ഹെർട്സിന്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 2 പ്രോസറാണ്. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ 50 മെഗാ പിക്സലിന്റെ OIS ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. നമ്മൾ നേരത്തെ പറഞ്ഞ സാംസങ്ങിന്റെ ഗാലക്സി M35ലും ഈ ഒരു ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട്സിന്റെ ടർബോ ചാർജിംഗ് ആണ്. അപ്പോൾ ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 24,999 rupees ആണ്. 25,000 rupeesനാണ് വരുന്നത്. സോ ബഡ്ജറ്റ് ഒന്ന് കൂട്ടാൻ പറ്റുമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു നല്ല ചോയ്സ് ആണ്. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. സോ ഇതൊക്കെയാണ് 20,000 rupeesന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മൾ 3K ആവാറായി. സോ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് 3Kയിലോട്ട് ഇതുപോലെ മറ്റു വീഡിയോകൾ കാണും വരെ ബൈ.